വൺ പഞ്ച് മാൻ്റെ ബണ്ടിലിട്ടിട്ട് മാസ് കാണിക്കാൻ വേണ്ടി നമ്മളാണെങ്കിൽ ഒരു ഡുവോ VS കോഡ് സ്റ്റാർട്ട് ആക്കിയാണ്. നോക്കുമ്പോഴാണെങ്കിൽ 4 പുറത്തൊന്നും അടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ 2 നോക്കൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണെങ്കിൽ കുറെ കില്ലൊക്കെ കുമ്മൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളാണെന്ന് മാക്സിമം കില്ലൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കൈസ് ഒരുത്തനാണെങ്കിൽ നമ്മക്കാണെങ്കിൽ നല്ല ഡാമേജ് ഒക്കെ വന്നിട്ട് കൈസ് ഓനാണ് ഇന്നെ പേടിച്ച് ഓടുന്നു. എന്തൊക്കെയാണെങ്കിൽ എമ്മേറ്റ് വേണ്ടി നമ്മൾ ഓനങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് കൈസ് ഇവിടെ ഒന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ തന്നെ നമ്മൾ വൺ ടാപ്പ് അടിക്കാൻ കുറെ നോക്കി. പക്ഷെ എന്തായാലും വൺ ടാപ്പ് ഒന്നും കയറില്ല. എന്തായാലും അവസാനം നമ്മൾ ഓനങ്ങോട്ട് നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരത്തെ വുഡ് പേക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുത്തന അടിപൊളി ഒരു വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട്. അതിന്റെ ഇടക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ എനിമീസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോ തന്നെ നമ്മളെ മുന്നിലാണെങ്കിൽ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. ഓനാണെങ്കിൽ നമ്മളെ കണ്ടിട്ടുണ്ടായില്ല. എന്തായാലും ഓനെ അങ്ങോട്ട് കുത്തി പിടിച്ചിട്ട് നമ്മൾ ഓനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓൻ്റെ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഓൻ്റെ ടീമേറ്റും കൂടി ഉണ്ടായിരുന്നു. അവിടെ നമ്മളാണെങ്കിൽ ഓനെയും കൂടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ കേസ് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരുത്തനാണ് ഇവിടെ ഇരുന്ന് മെഡിക്കറ്റ് അടിക്കണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ഓൻ്റെ ടീം അങ്ങോട്ട് വൈപ്പ് ഔട്ട് ആക്കിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ മേലേക്ക് വന്ന് നോക്കിയതാണ്. നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ഫുൾ സ്കോഡ് തന്നെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ 2 അങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. ഇനി 3ാമത്തെ ഒരു പ്ലെയറും കൂടി ഉണ്ട് അവിടെ. എന്തായാലും അവസാനം നമ്മൾ ഓനും കൂടി അങ്ങോട്ട് വുഡ് പേക്കർ കൊണ്ട് അങ്ങോട്ട് വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫാക്ടറിയിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു പ്ലെയറിനെ നമ്മൾ അങ്ങോട്ട് വൺ ടാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിബ്ലൈൻ യൂസ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇവിടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ആദ്യം ഒരു വൺ ടാപ്പ് കൊടുത്തു, പിന്നെ സോണിയായി. അപ്പൊ പിന്നെ ഒരു വൺ ടാപ്പും കൂടി അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടീമേറ്റ് ഒക്കെ ചത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ ഒരു 1v2 സിറ്റുവേഷൻ വന്നു. അതിന്റെ ഇടക്കാണ് നമ്മളാണെങ്കിൽ ഫ്രെയിം റേറ്റ് ബൂസ്റ്റിൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മളെ എയിം അങ്ങോട്ട് ലോക്ക് ആവണില്ല. എന്തായാലും അവസാനം നമ്മൾ അങ്ങോട്ട് ചത്തിട്ടുണ്ട്.